നമോ നാരായണാഃ. ശ്ലോകം 6. ധ്യായതാം സകളം മൂർത്തിമീദൃശീം ഉന്മിഷമധുരദാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവപാസതേ. ശ്ലോകം 7. തത്സമാസ്വധനരൂപിണീം സ്ഥിതി ത്വൽസമാധിമയി വിശ്വനായകാം ആശ്രിതാ പുനരദ പരിച്യുതാ വാരഭേ മഹിഷധാരണാധികം. ശ്ലോകം 8. ഇത്തമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗദാ സഞ്ചരേമ സുഖനാരദാദിവ. ശ്ലോകം 9. ത്വൽസമാധിവിജയേതു യഃ പുനഃ മംക്ഷുമോക്ഷരസിയക്രമേണ വാം യോഗവശ്യമനിലം ഷഡാശ്രയേ ഉന്നയത്യജസുഷുമ്നയാസനൈഃ. ശ്ലോകം 10. ലിംഗദേഹമഭിസന്ധ്യജന്നഥോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീതുമൂർധ്വധാ സാർദ്ധമേവ കരണേ നിരീയതേ. നമസ്തേ. ശ്രീമൻ നാരായണീയത്തിലെ 4-ാമത്തെ ദശകത്തിൽ 5 ശ്ലോകങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി 6-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഒക്കെ ധ്യാനത്തെ പറ്റിയാണ്. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ഇതാണ് നാരായണീയം വായിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ധ്യാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. എപ്പോഴും നാരായണീയം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രം പോരാ. അതിൽ പറയുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും കൂടി വേണം. അതാണ് ഇത്രയും വിഷമം വേദന സഹിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് നമുക്ക് വേണ്ടി നാരായണീയം തയ്യാറാക്കിയത്. അതാണ്. അപ്പോൾ ഇവിടെ ആ അഷ്ടാംഗയോഗത്തെ പറ്റി ചുരുക്കി പറയാണ് അദ്ദേഹം. ഈ ദൃശി ഗുരുവായൂരപ്പ, ഈ രീതിയിൽ സാകാര രൂപത്തെ ധ്യാനിക്കുന്നവരും ഉന്മിഷൻ മധുരാതഹാഹൃതാത്മനാം വർദ്ധിച്ചു വരുന്ന പരമാനന്ദരസത്താൽ വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുമായ യോഗികൾക്കും സാന്ദ്രമോദസ്വരൂപം ആന്തരം തേ രൂപം ബ്രഹ്മ അവഭാസതേ. ആനന്ദഘനസ്വരൂപവും മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കുവാൻ സാധിക്കുന്ന അങ്ങയുടെ ബ്രഹ്മരൂപം പ്രകാശിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ആത്മാർത്ഥമായി സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ ബ്രഹ്മസ്വരൂപം ദർശിക്കാനുള്ള ഭാഗ്യം ഈ ജന്മത്തിലല്ലെങ്കിൽ ഇനി വരുന്ന ജന്മത്തിലെങ്കിലും ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. ഞാൻ ഇത്ര നേരം ധ്യാനത്തിലിരിക്കും ദിവസം എന്ന് നമ്മൾ പറയും, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെ യമനിയമങ്ങൾ പാലിച്ചിട്ടാണോ? സത്യം പറയുന്നുണ്ടോ? ഹിംസ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ധ്യാനത്തിലേക്ക് ചെല്ലുന്നത്. അതുപോലെ യോഗാസനം തുടങ്ങുന്നതിന് മുമ്പേയും യമനിയമങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം ആ വ്യക്തി. ആസനങ്ങൾ എല്ലാതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യമനിയമങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് അത് അഷ്ടാംഗ യോഗത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട. അത് വേണം യോഗയിലേക്ക് പ്രവേശിക്കാൻ. ശരീരം മാത്രം പോരല്ലോ, മനസ്സും കൂടെ വരണ്ടേ. നമ്മളെല്ലാവരും ശരീരത്തിൻ്റെ ഒന്ന് രോഗത്തുനിന്ന് ഒഴിവാക്കുക, എല്ലാം മനസ്സും വേണം. മനസ്സും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം എപ്പോഴുമുണ്ട്. രോഗം ശരീരത്തിൽ വരുന്നത് മനസ്സിൻ്റെ ഇതും കൂടി സ്വാധീനമുണ്ട് അതിൽ. അത് അപ്പോൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനയോഗം തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം, അഷ്ടാംഗയോഗം. അത് സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പതഞ്ജലി യോഗ സൂത്രത്തിൽ 3 തരം സമാധികളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, സഹജ സമാധി എന്നിങ്ങനെയാണ്. നാരായണീയത്തിൽ മേൽപ്പത്തൂർ ഞാൻ ഈ പറഞ്ഞ ഈ 3 സമാധിയെപ്പറ്റി വിശദീകരിച്ചിട്ടില്ല.
പക്ഷേ എൻ്റെ വ്യാഖ്യാനത്തിൽ ഞാനത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം കൂടി നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ അതും കൂടി നിങ്ങൾ കുറേയും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, സഹജ സമാധി? അത് നമുക്കൊന്ന് നോക്കാം. സവികൽപ്പ സമാധി എന്ന് പറയുന്നത് ധ്യാനിക്കുന്ന സാധകന് മനസ്സിനെ അതിക്രമിച്ച് കുറച്ച് സമയത്തേക്ക് മാനുഷിക ബോധം ഇല്ലാതാവുന്നു. അപ്പോൾ നമ്മൾ ധ്യാനിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യനാണ് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി തുടങ്ങി. പക്ഷേ ആ ധ്യാനം അങ്ങോട്ട് നമ്മുടെ ഇഷ്ടദേവതയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തത്വത്തിലേക്കോ പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ശരീരബോധം നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ സാധകൻ മറ്റൊരു ലോകത്ത് തൻ്റെ ധ്യേയവസ്തുവായി ബന്ധപ്പെട്ട് കഴിയുന്നു. ഇഷ്ടദേവതയെ ധ്യാനിക്കലാണല്ലോ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തുമ്പോൾ ഇഷ്ടദേവതയുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മളെത്തുന്നു. അപ്പോൾ നമ്മൾ സ്വയം മറക്കുന്നു. ഞാൻ ഇന്നാളാണ്, ഇന്നത് ഇരിക്കുന്നത്, ഇന്ന കാര്യങ്ങളൊന്നുമില്ല. ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല. കാരണം പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞു. കണ്ണടച്ചു, അതുകൊണ്ട് കാണുന്നില്ല. ചെവിയടച്ചു, കേൾക്കുന്നില്ല. മൂക്കടച്ചു, ഒരു മണവും വരുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒന്നും കഴിക്കുന്നില്ല. നാക്കിന് രുചിയുടെ ഇതില്ല, ത്വക്കിന് സ്പർശമില്ല. അതൊക്കെ ആ വാതിലുകളൊക്കെ അടച്ചു. പിന്നെ അവിടെ മനസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വരുമ്പോഴാണ് നമ്മുടെ ധ്യാനമൂർത്തിയുടെ ഇഷ്ടദേവതയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതല്ലോ. അപ്പോൾ അതിന് സവികൽപ്പ സമാധി എന്ന് പറയും. ഇത്തരം സന്ദർഭങ്ങളിൽ സാധകനിൽ ആശയങ്ങളും ചിന്തകളും ഉണ്ടാവുമെങ്കിലും അവയൊന്നും സാധകനെ ബാധിക്കുന്നില്ല. തൻ്റെ ഇഷ്ടദേവതയുമായിട്ടിങ്ങനെ നമ്മളെ ഒരു ബന്ധം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ രണ്ട് എന്നുള്ള അവസ്ഥയുണ്ട് കേട്ടോ. അദ്വൈതമാവുന്നില്ല, ദ്വൈതം തന്നെയാണ്. പക്ഷേ അവിടെ തൻ്റെ ഇഷ്ടദേവതയല്ലാതെ വേറെ ഒന്നിനെയും കാണുകയോ കേൾക്കുകയോ തൊടുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ ലോകത്തിൽ ആ ധ്യാനിക്കുന്ന വ്യക്തിയും ധ്യേയവസ്തുവായ ഇഷ്ടദേവതയും മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അതാണ് ആ ഒരു ഭക്തിയുടെ പരമകാഷ്ഠയിലെത്തുമുള്ള സ്ഥിതി. അതിന് സവികൽപ്പ സമാധി എന്ന് പറയും. അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ ചെറിയ കുട്ടിയെ ഒരമ്മ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രായമുണ്ടല്ലോ. ആ സമയത്ത് എപ്പോഴും അമ്മയുടെ ശ്രദ്ധ ഉണ്ടാവണം ആ കുട്ടിയിൽ. പക്ഷേ അമ്മയുടെ കാര്യങ്ങളും നടക്കണം. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നത്, തൻ്റെ ആ കുട്ടിയെ, വളരെ ചെറിയ പ്രായത്തിലുള്ള ആ കുട്ടിയെ കളിക്കാൻ വിടുകയാണ്. അമ്മ എന്താ ചെയ്യുന്നു? ആ സമയത്ത് ഒരു പുസ്തകം എടുത്ത് വായിക്കുകയാണ്. ആ വായനയിൽ തന്നെ മുഴുകിയിരിക്കുന്നു അമ്മ. ആ വായനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഇവിടെ കുട്ടിയുണ്ട്, കുട്ടി കളിക്കുന്നു. അത് ബോധത്തിൽ നിന്ന് മറിഞ്ഞ് പോകുന്നു. പക്ഷേ കുട്ടിയുടേതായ കളി തുടരുന്നു. അമ്മ ഈ സമയത്ത് വായനയിൽ മുഴുകുന്നു. രണ്ടും നടക്കുന്നുണ്ട് അവിടെ. അതാണത്ര ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണ്. ആ ലയിച്ചു ചേരുന്ന അവസ്ഥയിൽ നമുക്ക് വേറൊരു കർമ്മം കൂടി അതിൻ്റെ കൂടെ നമ്മളറിയാതെ നടന്നു പോകും എന്നാണ് പറയുക. അതിനെ സവികൽപ്പ സമാധി എന്ന് പറയും. കുട്ടി ഉണ്ടാക്കുന്ന ശബ്ദം, നിലവിളി, കരച്ചിൽ, ഇതൊന്നും ഈ അമ്മയുടെ വായനയെ ബാധിക്കുന്നില്ല. ഇല്ലേ? അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ആളുകൾക്കുണ്ടാവും. അത് അവിടെ നടക്കണോ, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആ വിഷയത്തിലുള്ള ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കുന്നു. പിന്നെയുള്ളത് നിർവികൽപ്പ സമാധിയാണ്. നിർവികൽപ്പ സമാധിയിൽ സാധകൻ ഉയർന്ന അവബോധത്തിലാണ്. ഈ സമയത്ത് അഹങ്കാരം, ഈഗോ, പൂർവ്വ സംസ്കാരങ്ങൾ എന്നിവയില്ലാതായി ബോധം മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. നിർവികൽപ്പ സമാധിയിൽ മനസ്സ് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. സവികൽപ്പ സമാധിയിൽ മനസ്സുണ്ട്. പക്ഷെ നിർവികൽപ്പ സമാധിയിൽ നമ്മളെത്തുമ്പോൾ മനസ്സില്ല. മനസ്സ് എന്ന് പറഞ്ഞത് പ്രവർത്തിക്കുന്നേയില്ല, നിശ്ചലമായി അർത്ഥം. അഹങ്കാരം, മനസ്സ് ഉള്ളപ്പോഴാണ് അഹങ്കാരം വരിക. ഞാൻ ആരാണെന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അഹങ്കാരമില്ല, ഈഗോയിസം ഇല്ല, അവിടെ തീരെ ഇല്ലാതായി. ബോധം മാത്രം, പൂർണ്ണമായ ബോധം മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നിർവികൽപ്പ സമാധിയിൽ മനസ്സ് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. അനന്തമായ ശാന്തിയും ആനന്ദവും സാധകൻ അനുഭൂതിപ്രദമാകുന്നു. ഈ സമയത്താണ് ആ ധ്യാനത്തിൻ്റെ ഏറ്റവും സുഖകരമായ അവസ്ഥ ആ സാധകൻ അനുഭവിക്കുന്നത്.
അനുഭൂതിപ്രദമാകുന്നത്. ആനന്ദമല്ലാതെ വേറെ ഒന്നുമില്ല മനസ്സിൽ, എല്ലാം ഇല്ലാത്തതാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ സാധകൻ ലക്ഷ്യമാക്കിയ വസ്തു ഒന്നിച്ചു ചേരുന്നു. ഈ സമയത്ത് എന്ത് വരുന്നു വെച്ചാൽ, ഏത് ഇഷ്ടദേവതയാണ് ധ്യാനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ദേവതയെ ഈ നിർവികൽപ്പ സമാധിയിലെത്തിയാൽ ആ ദേവതയും ഈ ഭക്തനും ഒന്നിച്ച് ലയിച്ചു ചേരുന്നു. രണ്ടില്ല, ആ ഇഷ്ടദേവതയിൽ ലയിച്ചു. അതാണ് നിർവികൽപ്പ സമാധി. അപ്പോൾ അവിടെ ആ മൂർത്തി വിഷ്ണു ആയാലും കൃഷ്ണനായാലും ആ മൂർത്തി മാത്രമേ ഉള്ളൂ അവിടെ, ഈ ഭക്തനില്ല. അത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു സിദ്ധിയാണ്. അതാണ് ഇവിടെ നിർവികൽപ്പ സമാധി. പ്രപഞ്ചത്തിനെപ്പറ്റി ചിന്തയില്ല, പ്രപഞ്ചബോധം പോയി, ആത്മബോധത്തിലേക്കെത്തി. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവുണ്ട്, നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു സാധനം ഇവിടെയുണ്ട്. ഈ ധ്യാനത്തിൻ്റെ ആ ഉയർന്ന അവസ്ഥയിൽ ഈ ആത്മബോധം നിലനിൽക്കുന്നു. ആത്മബോധം നിലനിൽക്കുമ്പോൾ ആത്മാവ് ആരാണ്? ബ്രഹ്മം തന്നെ. ബ്രഹ്മവുമായി ലയിച്ചു ചേരുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് നിർവികൽപ്പ സമാധി. പിന്നെ സഹജ സമാധി. ഈ നിർവികൽപ്പ സമാധിയിൽ എത്തുന്ന അവസ്ഥയെ കുറേയും കൂടി സമയത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുക എന്ന അവസ്ഥയാണ് സഹജ സമാധി എന്ന് പറയുന്നത്. ആ പരിപൂർണ ലയനത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം കുറേ നേരം അനുഭൂതിപ്രദമാക്കാൻ സാധിക്കുക, അതിനെ സഹജ സമാധി. മാത്രമല്ല, എപ്പോഴാണ് നമുക്ക് ആ ഒരു അവസ്ഥയിൽ എത്തണമെന്ന് വിചാരിച്ചാൽ ധ്യാനത്തിലിരുന്നാൽ ഒട്ടനെ ആ നിർവികൽപ്പത്തിലെത്തും. വേറൊരു വിഷമമില്ല. അത് പ്രാക്ടീസ് ചെയ്ത് ആ അവസ്ഥയിലേക്ക് വരും. എത്ര ആൾക്കൂട്ടത്തിലുണ്ടെങ്കിലും, ആൾക്കൂട്ടങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും സഹജ സമാധിയിൽ അതൊന്നും യേശുന്നില്ല. വർത്തമാനങ്ങളോ ബഹളങ്ങളോ വെടിവെപ്പോ ഒന്നും ഏൽക്കുന്നില്ല. അത് ആ ആനന്ദാവസ്ഥയിലേക്ക് ഇങ്ങോട്ട് പോകും. പിന്നെ 7ാമത്തെ ശ്ലോകം. അയി വിശ്വനാഥ ഭഗവാനെ തത്സമാസ്വദന രൂപിണിയും ശുദ്ധ ബ്രഹ്മാനുഭവരൂപമായ സ്ഥിതിയും ത്വൽസമാധിയും ആശ്രിതാഹ. അവസ്ഥാവിശേഷമാകുന്ന അങ്ങയുടെ സമാധിയെ, നിർവികൽപ്പ സമാധിയെ പ്രാപിച്ചവരായി അത പരിച്യുതവും ഈ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ചലനം സംഭവിക്കുമ്പോൾ പുനഹാച ധാരണാധികം ആരഭേമഹി, വീണ്ടും അഷ്ടാംഗയോഗത്തിലെ ധാരണാദികളെ ആരംഭിക്കാം. ശുദ്ധ ബ്രഹ്മരൂപമാണ് നിർവികൽപ്പ സമാധി. ശുദ്ധ ബ്രഹ്മവുമായിട്ട് ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥ പ്രാപിച്ചതിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ വീണ്ടും അഷ്ടാംഗയോഗത്തിലെ ധാരണാദികളെ ഗൗരവമാശ്രയിച്ച് വീണ്ടും നിർവികൽപ്പ സമാധിയിലേക്ക് പോകണം. നിർവികൽപ്പ സമാധിയിലെത്തി കുറേ നേരം അഭിരമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ അവസ്ഥയിൽ വരും, ശരിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നിർവികൽപ്പ സമാധിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. ഏതുണ്ട് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അതിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതാണ്. ഇപ്രകാരം അഭ്യസനോഭര നിർഭരോല്ലസത് ത്വത്പരാൽപ സുഖകൽപ്പിതോത്സവാഹ. യോഗാഭ്യാസത്താൽ നന്നായി പ്രകടിതമാകുന്ന അങ്ങ് തന്നെയായ പരബ്രഹ്മാനന്ദത്തിൻ്റെ ആധിക്യത്താൽ മുക്തഭക്തകുലമൗലിതാം ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച ഭക്തശിരോമണികളായിത്തീർന്ന് ശുഖനാരദാദിവത് സഞ്ചരേമ. ശ്രീശുഖബ്രഹ്മർഷി, നാരദ മഹർഷി മുതലായവരെ പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കുമാറാകട്ടെ. ഇങ്ങനെ നിത്യവും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തികൾ ഏത് തലത്തിലെത്തുന്നു? ശുഖബ്രഹ്മർഷി, നാരദ തുടങ്ങിയവരുടെ അവസ്ഥയിലേക്ക് എത്തുന്ന പറയുന്നത് ഈ മനുഷ്യജന്മത്തിൽ തന്നെ. വാതരോഗം മാറിയാൽ യോഗ പരിശീലനത്തോടെ യോഗസിദ്ധി നേടി ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം എപ്പോഴും ഉറപ്പുവരുത്തുവാനാണ് താൻ ലക്ഷ്യമിടുന്നത്. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വ്യാഖ്യാതാവായ എനിക്ക് ഇത് അന്വയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ തോന്നിയത്, വാതരോഗം മാറാനുള്ള പ്രാർത്ഥിക്കുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ചെയ്യാവുന്നത് യോഗ പരിശീലനമാണ്, ധ്യാനയോഗം. അങ്ങനെ യോഗസിദ്ധി നേടിയിട്ട് എന്താ പിന്നെ ഞാൻ ചെയ്യുന്നത്? 24 മണിക്കൂറും ഗുരുവായൂരപ്പനുമായിട്ട് അഭിരമിച്ചിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥ വരട്ടെ എന്നുള്ളതാണ്. അത് നല്ലൊരു ആശയമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അജ നിത്യസ്വരൂപ യതു, ആരാണോ ത്വൽ സമാധി
വിതയേ അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയുടെ സിദ്ധി ലഭിക്കുമ്പോൾ മക്ഷുക്രമേണവ പെട്ടെന്നോ അല്ലെങ്കിൽ ക്രമേണയോ മോക്ഷരസിക മോക്ഷം ലഭിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. യോഗവശ്യം അന്നില്ല അവൻ പ്രാണായാമാദി സാധനകളാൽ വിധേയമാക്കിയ പ്രാണവായുവിനെ ഷഡാശ്രയൈ 6 സ്ഥലങ്ങളിലൂടെ സുഷുമ്നായാസനൈ ഉന്നേതി സുഷുമ്ന നാഡിയിലൂടെ മെല്ലെ മേൽപോട്ടേക്ക് ഉയർത്തുന്നു. ഇവിടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രവർത്തനമാണ്. മനുഷ്യനെന്ന് പറയുന്നത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. ഇത് 3 അടങ്ങിയതാണ്. ഈ പുറമേ കാണുന്നതാണ് സ്ഥൂല ശരീരം. ഇതിൻ്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. നിർവികൽപ്പ സമാധിയിലെത്തിയ സാധകൻ അതിൻ്റെ സിദ്ധി മൂലം പരമമായ മോക്ഷം ലഭിക്കുവാൻ പെട്ടെന്നോ അല്ലെങ്കിൽ ക്രമേണയോ അവൻ അഷ്ടാംഗ യോഗപ്രകാരമുള്ള പ്രാണായാമാദികളിലൂടെ വിധേയമാക്കിയ പ്രാണനെ സൂക്ഷ്മ ശരീരത്തിലെ 6 സ്ഥാനങ്ങളിലൂടെ സുഷുമ്നാ നാഡി വഴി മെല്ലെ മേൽപോട്ടേക്ക് ഉയർത്തും. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലൊരു സുഷുമ്നാ നാഡി ഉണ്ട്. അത് പോകുന്ന വഴികളിലൊക്കെ 6 ആധാര ചക്രങ്ങളുണ്ട്, ആധാര പത്മങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇതിലൂടെയാണ് ആ സുഷുമ്നാ നാഡി പോകുന്നത്. പിന്നീടത് സഹസ്രാര പത്മം എന്ന് പറയുന്ന നമ്മുടെ മൂർധാവിൽ ആണത് അവസാനിക്കുന്നത്. പിന്നീട് അതിനപ്പുറത്തേക്കും ബന്ധപ്പെടാനുള്ള മാർഗവുമുണ്ട്. അത് ആ മൂർധാവിൽ അവിടെയുള്ള ബ്രഹ്മരന്ധ്രം എന്ന് പറയും. അതിലൂടെ ഈ പ്രാണനെ പുറത്തേക്ക് കളയാൻ പറ്റും. അപ്പോൾ ഈ നിർവികൽപ്പ സമാധിയിലൂടെ നേടിയെടുത്ത പ്രാണനെ ഈ ഷഡാധാരങ്ങളിലൂടെ മേൽപോട്ടേക്ക് ഉയർത്തി ബ്രഹ്മരന്ധ്രം വഴി അത് വിശ്വചൈതന്യമായി ബന്ധപ്പെടുത്താൻ അത്തരം യോഗികൾക്ക് സാധിക്കും എന്നാണ്. അവർ പല ലോകങ്ങളിലും പോയി വിഹരിച്ച് മടങ്ങി വരും അത്രേ. നമ്മൾ സ്വർഗത്തിലാണ് പോകാമെന്ന് എപ്പോഴും പറയും. പക്ഷേ സ്വർഗ്ഗലോകത്തിനേക്കാളും ഉയർന്ന എത്രയോ ലോകങ്ങളുണ്ട്. പുരാണങ്ങളിലത് മനസ്സിലാവും. സ്വർഗത്തേക്കാളും സൗകര്യമുള്ള ലോകങ്ങളുണ്ട്. വൈകുണ്ഠലോകം, ബ്രഹ്മലോകം, ധ്രുവലോകം, സത്യലോകം, ഇങ്ങനെ നിരവധി ലോകങ്ങളുണ്ട്. നമ്മുടെ സനാതനധർമ്മത്തിന് അങ്ങനെ പ്രത്യേകത. മറ്റു മതങ്ങൾക്കൊക്കെ സ്വർഗം നരകം ഈ 2 ലോകമേ ഉള്ളൂ. പക്ഷേ സനാതനധർമ്മത്തിൽ അതല്ല. എത്രയോ സ്വർഗങ്ങളുണ്ട്. നരകം ഒന്നുണ്ട്, പക്ഷേ സ്വർഗങ്ങൾ എത്രയോ ഉണ്ട്. ഒരു സ്വർഗം മാത്രമല്ല, നമ്മൾ സാധാരണ പറയുന്ന സ്വർഗത്തെക്കാളും ഏറ്റവും സുഖസൗകര്യമുള്ള ലോകങ്ങൾ വേറെയുമുണ്ട്. അവിടത്തേക്ക് ഈ നിർവികൽപ്പ സമാധിയിലെത്തിയ വ്യക്തി പോയി സഞ്ചരിച്ച് മടങ്ങി വരുന്നു എന്നുകൂടി പറയും. പിന്നീട് 10ാമത്തെ ശ്ലോകം. നിരാഗ്രഹ ബ്രഹ്മലോകാദി സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്ത യോഗി അധോ പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പസമയം അവിടെ നിർത്തിയ ശേഷം ലിംഗദേഹം അവിസന്ധി സൂക്ഷ്മകാരണ ശരീരങ്ങളെയും ഉപേക്ഷിച്ച് പരേ ത്വയി ലീയതെ പരബ്രഹ്മസ്വരൂപന അങ്ങയിൽ വിലയം പ്രാപിക്കുന്നു. ഊർധ്വലോക കുതുകീ തൂ ബ്രഹ്മാദി ലോകങ്ങൾ ആഗ്രഹിക്കുന്നവനാകട്ടെ മൂർധത കരണേ സാർദ്ധം ഏവ നിരീയതേ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മശരീരത്തോടുകൂടി പുറത്തേക്ക് പോകുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിർവികൽപ്പ സമാധിയിലുള്ള വ്യക്തി തൻ്റെ മനസ്സിനെ എല്ലാം നിയന്ത്രിച്ച് ബാക്കിയുള്ള ബാഹ്യലോകങ്ങളെപ്പറ്റിയുള്ള ചിന്ത മുഴുവനും ഉപേക്ഷിച്ച് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരത്തെയും ഈ ലിംഗശരീരത്തെയും ഉപേക്ഷിച്ച് പരബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നു എന്നാണ്. അതാണ് അവർക്ക് അതേ ലക്ഷ്യമുള്ളൂ. അതിൻ്റെ ഇടയിൽ പല ലോകങ്ങൾ, അതിലേക്കൊന്നും പോകാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ്. അങ്ങനെ അതല്ല പരബ്രഹ്മത്തിൽ ലയിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ സ്വർഗം മുതലുള്ള ഒരുപാട് നല്ല ലോകങ്ങളിൽ പോകണം എന്നുള്ളവരെന്ത് ചെയ്യുന്നു? ഈ മനസ്സിനെയും ഇതിൻ്റേതായ പ്രാണനെയും ഒക്കെ ബ്രഹ്മരന്ധ്രത്തിലൂടെ നേരത്തെ പറഞ്ഞ ഷഡാധാരങ്ങളിലൂടെ മേൽപോട്ടേക്ക് ഉയർത്തി സൂക്ഷ്മ ശരീരത്തോടെ പുറത്തേക്ക് പോകുന്നു. സുഷുമ്നാനാഡിയും 6 ചക്രങ്ങളും ഇതൊക്കെ മനസ്സും ഒക്കെ അടങ്ങിയതാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്.
ഈ ബാഹ്യമായി ഈ ശരീരത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരം പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് അത് എങ്ങനെ പോകുന്നു വെച്ചാൽ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ഏതൊക്കെ ലോകങ്ങളിൽ വിഹരിക്കുന്നു എന്നാണ് പറയുന്നത്. അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ചില സിദ്ധന്മാർ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതൊക്കെ നമുക്ക് നിരന്തരമായ ധ്യാനയോഗത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. നമസ്തേ.